എനിക്ക് തോന്നിപ്പോയത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതിപ്പോൾ കറക്റ്റ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയെ മൊത്തം കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു നാടകമാണോ ഇത്? ബിസിനസ് വളർത്താൻ വേണ്ടി സ്വന്തം ജീവിതം വെച്ച് കളിക്കുകയാണോ ഇവർ? സുജിനും പൊന്നും ഒന്നിച്ചപ്പോൾ സോഷ്യൽ മീഡിയ മൊത്താകെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് ഇതൊക്കെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുക. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? തുടങ്ങാം. എന്തായാലും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സുജിനും പൊന്നും ഒന്നിച്ചിട്ടുണ്ടെന്നുള്ളത് അല്ലേ? മുമ്പും ഇതേപോലത്തെ ഒരു നാടകമായിട്ട് വന്നപ്പോൾ അത് അവർക്ക് അറിയാതെ സംഭവിച്ചതാണ് എന്ന് കരുതിയിട്ട് നമ്മളെല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും മുമ്പ് അവർ ടിക്ടോക്കുള്ള കാലത്ത് അവരുടെ പ്രണയവും മറ്റുള്ളതും കണ്ടപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഫസ്റ്റ് നാടകത്തിൽ അവൻ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് അതിലൂടെ കുറച്ച് പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾ അതേ നാടകം വീണ്ടും തുടർന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഐഡിയയും ഞാൻ അൺഫോളോ ചെയ്തു. ഒരു പോസ്റ്റ് ഉണ്ട്, അറ്റ് ലാസ്റ്റ് പ്രോബ്ലം സോൾവ് ഇടുന്നു. പ്രോബ്ലം അവരറ്റല്ലേ, ഇവരറ്റാ? ഇതിന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇതും പൊന്നൂൻ്റെയും സുജിൻ്റെയും ബിസിനസ് വളരാൻ വേണ്ടി അവർ നടത്തിയൊരു നാടകമാണോ എന്നുള്ളത് മൊത്തം ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു വട്ടം ഒരു മനുഷ്യനെ കബളിപ്പിക്കാൻ പറ്റൂ, രണ്ടാമത്തെ വട്ടം കബളിപ്പിക്കുന്നത് അത് മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം നിങ്ങൾ ഒന്നിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം രണ്ട് കുടുംബം അല്ലെങ്കിൽ രണ്ട് പേരങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ രസമുള്ള സംഗതി ഒന്നുമല്ല. പക്ഷേ അതിലൂടെ നിങ്ങൾക്ക് വ്യൂവേഴ്സ് കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബ്രാൻഡിനെ ഒന്ന് നാലാളെ മുന്നിൽ അറിയിക്കാനും വേണ്ടിയിട്ട് കളിച്ച നാടകമാണെന്നുള്ളത് മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് അല്ലെങ്കിൽ ഒരുപാട് പേര് നിങ്ങളുടെ വീഡിയോസ് നിരന്തരം കാണുന്നവരുണ്ട്. അവരെ പോലും നിങ്ങൾ പച്ചക്ക് പറഞ്ഞാൽ കബളിപ്പിച്ചുകയല്ലേ, പറ്റിച്ചുകയല്ലേ? കാരണം നിങ്ങളിട്ടൊരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ആ പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സുജിന് ഫസ്റ്റ് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ആദ്യം ഇട്ടൊരു സ്റ്റോറിയാണ്. ഇനി എന്തെന്നെ സംഭവിച്ചാലും ആഗ്രഹിച്ചത് നേടുക തന്നെ ചെയ്യുന്നുള്ളത് ശരിയാണ്. എന്തെന്നെ സംഭവിച്ചാലും എന്തെന്നെ കാട്ടിയിട്ടായാലും ആഗ്രഹിച്ചത് നേടും. അതിന് അവന് കൊടുത്തൊരു അടുത്ത സ്റ്റോറി ഉണ്ട്. ഇത് സുജിന്റെ മുമ്പത്തെ വണ്ടിയാണോ ഇപ്പത്തെ വണ്ടിയാണോ എന്നൊന്നും അറിയില്ല. ഇന്നലത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് പറഞ്ഞില്ലേ, അതിപ്പോ കാണിച്ചു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ കണ്ടന്റിലൂടെ ഉണ്ടാക്കിയതാണോ ഇത് എന്നുള്ളത്. കാരണം മുമ്പ് ഇതേമാതിരി കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് 2 ലക്ഷത്തോളം കിട്ടി. അപ്പം ഞങ്ങളത് വീണ്ടും തുടർന്ന് എന്ന് പറഞ്ഞ ആളാണ് സുജിനി എന്ന് പറഞ്ഞാൽ. നല്ല ബിസിനസ് മൈൻഡുള്ള, പണ്ടൊക്കെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു അവനാൻ്റെ സ്ഥാപനത്തെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യും, എല്ലാന്നുണ്ടെങ്കിൽ ചാനലുകളിൽ പരസ്യം കൊടുക്കും. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തെറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനുമായിട്ട് ഒരു 2-3 മാസം പോയിട്ട് അതിൻ്റെ ഇടയിലൂടെ അവരുടെ സാധനങ്ങൾ ബൂസ്റ്റ് ചെയ്യും. എന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ബ്രാൻഡിനെ ബിൽഡ് ചെയ്യും. പൊന്നൂസിൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സുജിൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തൊരു പൊറാട്ട നാടകമാണോ എന്ന് വരെ ചോദിക്കേണ്ടി വരും. കാരണം ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇന്ന് കേരളത്തിലുണ്ട്. അവരെ പോലും പച്ചക്ക് വരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൽ വ്യക്തമാക്കിയിട്ട് പറയാം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നിങ്ങൾക്ക് പറയാനുള്ള തുറന്ന് വെച്ചിട്ടുണ്ട്, പറഞ്ഞോളി. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതോടെ സുജിനെയും പൊന്നൂനെയും സപ്പോർട്ട് ചെയ്യുന്ന പകുതി മുക്കാൽ ആൾക്കാരും അവരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാനിപ്പോൾ ഒരുപാടായി ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നത്. സ്വന്തം ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർപിരിഞ്ഞ് എന്നുള്ള കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ സ്വന്തം ബ്രാൻഡിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ഇവർ തന്നെയാണ് ഇതിലിടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് ഇന്നും ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതൊന്നും അറിയിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിരന്തരം അവർ ഐഡിമ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് പോലും മറുപടി കൊടുക്കാതെ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആദ്യം ഇവർ തന്നെ ഇത് ഇട്ട് തന്നു. എന്നിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് 1 മാസത്തിൽ കൂടുതൽ പോകില്ല, അതിൻ്റെ മുന്നേ തന്നെ ഇവർ ഒന്നിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് കേൾക്കാനാവുന്നുള്ളത്. കാരണം എനിക്ക് അപ്പോൾ തോന്നിയൊരു തോന്നലാണ് ഇത് വെറൊരു പൊറാട്ട നാടകമാണോ എന്നുള്ളത്.
തോന്നിയതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിപ്പോകും. കാരണം പണ്ട് വരെ വീഡിയോസ് നിരന്തരം കണ്ടിരുന്ന ഒരാൾ അവരുടെ ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ അതിൽ നിന്ന് വെല്ലൊന്ന് പിന്മാറിയതാണ്. അപ്പോൾ രണ്ടാമതും അങ്ങനെ സംഭവിക്കുമ്പോൾ നോർമലി എനിക്ക് തോന്നിപ്പോയത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ, അതിപ്പോൾ കറക്റ്റ് യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ മനുഷ്യൻ്റെ ഒരു ബിസിനസ് വളർത്താനുള്ള ഒരു മൈൻഡ് എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ അറിയിക്കുക.